ഓരോ ദിവസവും ഓരോ ചാനലുകൾ ഓരോ കുത്തിത്തിരിപ്പ് വാർത്തകളുമായിട്ട് വരും. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത, BJPക്ക് സ്ഥാനാർത്ഥി നിർണയമായി. നേമത്ത് അത് ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. 10-60 പേരെ ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കോവളത്ത് സുരേഷ്, ആറ്റിങ്ങൽ P സുധീർ, പിന്നെ കഴക്കൂട്ടത്ത് V മുരളീധരൻ, കാട്ടാക്കടയിൽ പിന്നെ കൃഷ്ണദാസ്, പിന്നെ പത്മജ വേണുഗോപാൽ, നമ്മുടെ പിന്നെ വട്ടിയൂർക്കാവില്, തിരുവല്ലയിൽ അനൂപ് ആന്റണി, പിന്നെ നാട്ടികയിൽ രേണു സുരേഷ്, മണലൂരിൽ ശോഭാ സുരേന്ദ്രൻ. ഇങ്ങനെ അങ്ങ് തള്ളി മറിക്കുകയാണ് ചാനലുകൾ. എന്നിട്ട് പറയുന്നത് നേരത്തെ ആന്ധ്രാപ്രദേശ്, വളരെ ആധികാരികത വരുത്തുന്നതാണ്. നല്ല തമാശ. ആന്ധ്രാപ്രദേശിൽ നേരത്തെ ഇതുപോലെ ഇറങ്ങി നേരത്തെ പ്രവർത്തിച്ചത് കൊണ്ട് കുറെ സീറ്റൊക്കെ പിടിക്കാൻ പറ്റിയത് കൊണ്ട് ഇവിടെയും നേരത്തെ സീറ്റുകൾ ഇത് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. BJP രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം ഈ ചാനൽ അങ്ങ് പരസ്യമാക്കുകയാണ്. എന്താ ഇത്? BJPക്കകത്ത് ഈ വിഷയങ്ങളുണ്ടോ? ഈ ചാനലുകൾക്ക് ഓരോക്കെ എടുത്തു കൊടുക്കുന്ന വിഷയമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഊഹാഭോഗങ്ങൾ വെച്ചിട്ട് തള്ളുക. എങ്ങനെയാണ് സീറ്റ് തീരുമാനിക്കുന്നത്? സീറ്റ് തീരുമാനിക്കുന്നതിന് കമ്മിറ്റികളുണ്ട്. അവസാന നിമിഷം വരെ സീറ്റുകൾ മാറിപ്പോകാറുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും, ഏത് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി, ഏതെന്ന് പറയേണ്ട CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയായാലും ജാതി സമവാക്യങ്ങൾ പലപ്പോഴും നോക്കും, സാമുദായികമായ സമവാക്യങ്ങൾ നോക്കും, മതപരമായ സമവാക്യങ്ങൾ നോക്കും, നിൽക്കുന്ന ആളിന്റെ കേപ്പബിലിറ്റി നോക്കും, ജയസാധ്യത നോക്കും, അവിടുത്തെ വോട്ടിന്റെ പാറ്റേൺ നോക്കും, കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചു എന്ന് നോക്കും, പിന്നെ അവരുടെ സാമൂഹ്യ അംഗീകാരം നോക്കും. ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത്. ഇത് രാവിലെ ചാനൽ അങ്ങോട്ട് റിപ്പോർട്ടർ ചാനൽ അങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. നേമത്ത് ഒരാൾ, ഉടനെ അവിടുത്തെ റിപ്പോർട്ടർ പറയുന്നു നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു, ഉടനെ അടുത്ത ആൾ പറയുന്നു വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നു പത്മജ വേണുഗോപാൽ. ഇങ്ങനെ കേരളത്തിലെ 60 സീറ്റുകളിൽ അങ്ങ് സീറ്റ് പ്രഖ്യാപിക്കണം. ഇനിയിപ്പോൾ 80 സീറ്റുകളുടെ ആയാൽ BJPക്ക് സീറ്റ് ലിസ്റ്റായി. BJP രക്ഷപ്പെട്ടു. ശരിയായല്ലോ. BJPക്ക് ഒരു തലവേദനയില്ല. സാധാരണ ഈ സീറ്റ് നിർണ്ണയം എന്ന് പറഞ്ഞാൽ വലിയ തലവേദനയാണ് എല്ലാ പാർട്ടിക്കും. BJPക്ക് ഒരു തലവേദനയില്ല. കാര്യം 60 സീറ്റ് ആയല്ലോ. ഇനിയിപ്പം നമ്മളെ അരുണിനെയും, പിന്നെ നമ്മളെ ഡോക്ടർ അരുണിനെയും, സുജയ പാർവതിയെയും, സ്മൃതി പരുത്തിക്കാടിനെയും, പിന്നെ വേണുഗോപാലകൃഷ്ണനെ വിളിക്കാം. വേണുവിനെ വിളിക്കാൻ പറ്റൂല. കാര്യം വേണുവല്ല, നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണനെ വിളിക്കാൻ പറ്റില്ല. ഉണ്ണി ബാലകൃഷ്ണൻ അപ്പുറത്ത് പോയി. അതുകൊണ്ട് ഉണ്ണിയോടൊന്ന് ചോദിക്കാൻ വേണമെങ്കിൽ. എല്ലാം കൂടെ ചോദിച്ചാൽ ലിസ്റ്റ് ആവൂലേ? എന്തിൻ്റെ പ്രാന്താണ് ഈ ആളുകൾക്കെല്ലാം? അങ്ങ് തട്ടിമറിക്കുകയാണ്. എന്തായാലും കൊള്ളാം. ഒരു ഓൺലൈൻ ചാനലാണ് ഇങ്ങനെയൊക്കെ തള്ളിയാൽ, ഡിജിറ്റൽ ചാനൽ തള്ളിയാൽ മനസ്സിലാവും. അവർക്ക് റീച്ചിന് വേണ്ടി അവരിങ്ങനെ കഥകളൊക്കെ പലതും മെനഞ്ഞൊക്കെ ഉണ്ടാക്കും. പലരും ആളുകളും ചെയ്യും. ഞാനുമൊക്കെ പല കാര്യങ്ങളും കിട്ടുന്ന ത്രെഡ് വെച്ച് ചെയ്തു പോകാറുണ്ട്. പോകാം. അല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ത്രെഡ്, എവിടെന്നെങ്കിലും ഒരു ത്രെഡ് കിട്ടി അതിനെ എക്സ്പാൻഡ് ചെയ്ത് വീഡിയോ ഒക്കെ ആക്കാറുണ്ട്. പക്ഷെ ഇതെന്തിനാണ്? നല്ല പരസ്യമൊക്കെ കിട്ടി പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റ് ചാനലുകൾ ജനങ്ങളിടയിൽ ഒരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇനിയിപ്പോൾ പോകുന്നു പിന്നെ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ മൊത്തം ചുമതലയിൽ നിന്ന് മാറി നേമത്ത് പോയി പ്രവർത്തിക്കാൻ പോകുന്നു. ഓരോരുത്തരും എന്താ ചെയ്യാൻ പോകുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ചുരുക്കത്തിൽ വളരെ മനോഹരവും രസകരവുമാണ് നമ്മുടെ ചാനൽ പ്രവർത്തനം. ഒരു കുത്തിത്തിരിപ്പ് പരിപാടി, ഒരു കുത്തിത്തിരിപ്പ് രാഷ്ട്രീയവും കുത്തിത്തിരിപ്പ് പരിപാടിയുമാണ് കൊണ്ടുവരുന്നത്. ഒരു അരാജകത്വമാണ് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്ത് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു അനാർക്കി ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആളുകളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തി ഇനി സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവർ അവരെ പാരപണി തുടങ്ങും. കിട്ടിയവർ വേറെ രീതിയിൽ പണിയാൻ തുടങ്ങും. ഇനി അവർക്ക് മോഹം കൊടുത്ത് അവരവിടെ പോയി എല്ലാം ചെയ്ത് വയ്ക്കുമ്പോഴായിരിക്കും വേറൊരു സ്ഥാനാർത്ഥിയിലപ്പോൾ നൂലിലിറങ്ങേണ്ടി വരും. ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ ആധികാരികത ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ അതിനൊരു സോഴ്സ് കൂടി പറയണം. 1-2 സീറ്റ്, ഇപ്പോൾ 5 സീറ്റിലൊക്കെ പറഞ്ഞാൽ സാധ്യത. ഇത് 60 സീറ്റൊക്കെയാണ് പ്രവചിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായി BJP ലിസ്റ്റ് ഉണ്ടാക്കിയതുപോലെ, അല്ലെങ്കിൽ ആരോ വരുന്ന ലിസ്റ്റ് ഉണ്ടാക്കി അതിന് ഇങ്ങനെ ചൂഴ്ന്ന് കിട്ടി. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പാലോട് രവിയുടെ നിങ്ങൾ റെഡിയാക്കി എടുത്തല്ലോ, അതുപോലെ ഇങ്ങനെ റെഡിയാക്കി എടുത്തതാണെന്നുള്ള നിലയിൽ വാർത്തകൾ വരുന്നു. അത് അതിൻ്റെ ഒരു ആധികാരികതയുമില്ല. ഇത് ഫാക്ട് ചെക്ക് നടത്തിയിട്ടാണ് പറയുന്നത്. അത് വെറുതെ പറയുന്നതാണ്. യാതൊരു ആധികാരികതയും ഇല്ലാതെ ഒരു മെനഞ്ഞെടുത്ത റിപ്പോർട്ടർമാരും അതിൻ്റെ ലേഖകരും ഒക്കെ കൂടി മെനഞ്ഞെടുത്തൊരു കഥയാണ്. ആ കഥ ഒരു അവസരപ്പക നോവൽ പോലെ, കഥ പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണ്. അതിലൊരു കാര്യവുമില്ല. BJP അങ്ങനെ ഒരു തീരുമാനമൊന്നും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് എടുത്തിട്ടില്ല. അങ്ങനെ എടുക്കാനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴും ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പ് പരിപാടികളുമായിട്ട് എങ്ങനെയെങ്കിലും ചാനൽ റീച്ച് ആക്കണം. BJPക്കാർ കാണുകയാണെങ്കിൽ BJPക്കാർ കാണട്ടെ, അല്ലെങ്കിൽ CPM കോൺഗ്രസ് ആരാന്ന് വെച്ചാൽ കാണട്ടെ എന്നുള്ള നിലയിലുള്ള ചാനൽ റീച്ച് പരിപാടികളുമായി ഒന്ന് ഇറങ്ങാതിരിക്കുക, ഒന്ന് ഒതുങ്ങുക. നമുക്കല്ലാതെ എന്തെല്ലാം പരിപാടികൾ നടത്തി നമുക്ക് റീച്ച് ഉണ്ടാക്കാം.